നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിന്റെ പര്യായം ചാപ്റ്റർ 5 ദ റൈസിംഗ് സ്റ്റാർ. അമേരിക്കയിലേക്ക് ക്ഷണം കിട്ടിയെത്തി. എത്തിയ സമയത്ത് തന്നെ അവിടുത്തെ മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, പരാജയപ്പെട്ടു. എന്നാലും തൊട്ടടുത്ത ആഴ്ചയിലെ ജോബിയുടെ ബോഡി ബിൽഡിംഗ് മാഗസിനിൽ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ ചിത്രം, പതിവ് പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം, അത് അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായ ഒരു കഴിവാണ്. കുട്ടിക്കാലം തൊട്ടുള്ള എല്ലാ ഫോട്ടോകളും ഒരു പുഞ്ചിരിയോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലാതെ. പക്ഷെ ഈ ഫോട്ടോയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നിൽക്കുന്നത് മിയാമി എയർപോർട്ടിന്റെ ഫ്രണ്ടില് ഒരു ചുളിഞ്ഞ ഷർട്ടും മുഷിഞ്ഞ പാൻസും കയ്യിലൊരു പ്ലാസ്റ്റിക് കവറും മാത്രമായി അങ്ങനെ നിൽക്കുന്നു. സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം ലണ്ടനിൽ നിന്ന് പ്ലെയിൻ കയറി ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടി മിയാമി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലല്ല. ഈ ഒരു ദിവസമായിട്ട് യാത്ര തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഡ്രസ്സൊക്കെ അങ്ങനെ ആയിപ്പോവും. ഏതായാലും വെളിയിൽ വന്ന് ഇറങ്ങി ജോബിയുടെ ആളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മെയിൻ ബാഗ് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ജോബിയുടെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വരാൻ പറ്റത് മാഗസിന്റെ ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം വരുന്ന വഴിക്ക് തന്നെ ഇദ്ദേഹം നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ആണ് ഈ ക്യാപ്ഷനുമായിട്ട് മാഗസിനിൽ വന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ലേഖനവും ആ മാഗസിനിൽ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം മാഗസിൻസിലെ ആൾക്കാർ ബോഡി ബിൽഡിംഗ് പോസിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് വരാറ്. അർണോൾഡിന്റെ അത്തരം ഫോട്ടോകൾ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം മിസ്റ്റർ യൂണിവേഴ്സ് വിൻ ചെയ്ത സമയത്ത്, ലണ്ടനിലെ മിസ്റ്റർ യൂണിവേഴ്സ് വിൻ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു ഫോട്ടോ ഒരു ബോഡി ബിൽഡിംഗ് മാഗസിനിൽ വന്നപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് ഈ ബോഡി ബിൽഡേഴ്സ്, അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചു. കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവർ മിയാമിയിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് പോയി. ലോസ് ആഞ്ചലസിലാണ് ഈ ജോ ബീഡറുടെ ആസ്ഥാനം. അദ്ദേഹത്തിന്റെ മാഗസിന്റെ ഓഫീസ് അവിടെയാണ്, വീട് അവിടെയാണ്. തൽക്കാലത്തേക്ക് അവിടെ മറ്റൊരു ബോഡി ബിൽഡറുടെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു താമസ സൗകര്യം ഒരുക്കി. അവരൊന്നിച്ച് ഏകദേശം ഒരാഴ്ചയോളം ജിമ്മിലേക്ക് പോയി. ഒരു ദിവസം അദ്ദേഹത്തിന് എന്തോ തിരുത്തിരക്ക്. അപ്പൊ അദ്ദേഹം അർണോൾഡിന്റെ അടുത്ത് രാവിലെ പറഞ്ഞു, ഞാനിന്ന് വരുന്നില്ല, താനൊരു കാര്യം ചെയ്യും, എന്റെ കാർ എടുത്തോണ്ട് വയ്ക്കുക. അപ്പൊ ആ കാർ എന്ന് പറഞ്ഞാൽ അന്ന് US-ൽ, അന്നല്ല ഇന്നും, അതിന്റെ അനന്തര തലമുറയിൽപ്പെട്ട വണ്ടികളൊക്കെ വളരെ പവർ കൂടിയ ഒരു വാഹനമാണ്. പോണ്ടിയാക് GTO 350, അതായത് 350 bhp എഞ്ചിൻ പവറുള്ള ഒരു വലിയ കാറ്. അതിൽ കയറി അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇദ്ദേഹം വാഹനം ഓടിച്ചു പോയി. പിന്നെ ഡ്രൈവിംഗിൽ ആൾ എക്സ്പെർട്ടാണ്. മോട്ടോർ സൈക്കിൾ മുതൽ പാറ്റൻ ടാങ്ക് വരെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഡ്രൈവിംഗ് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. പോകുന്ന വഴിക്ക് പക്ഷെ റോഡ് സൈഡിലൊക്കെ ഒരു ബോർഡ് കാണാനുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. റോഡ് സ്ലിപ്പറി, ഗോ സ്ലോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് പോയി. ഒരു വളവ് തിരിയണം. ആ വളവ് തിരിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒരു 50 മീറ്റർ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പോകാനുള്ള ജിംനേഷ്യം, വിൻസസ് ജിംനേഷ്യത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ആ വളവ് തിരിയണം. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അദ്ദേഹം ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു. പക്ഷേ ഈ അന്നത്തെ കാലത്തെ വാഹനങ്ങളുടെ ഒരു പ്രത്യേക, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടികളാണെങ്കിലും ഇതിനൊരു 4 ഗിയറൊക്കെ കാണുള്ളൂ. 1968 കഥകളാണ് ഈ പറയുന്നത്. അന്നത്തെ കാലത്തൊക്കെ പവർഫുൾ വണ്ടികൾക്ക് പോലും 4 ഗിയറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ഗിയറുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസം ഉണ്ടാവും. ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് മാറുമ്പോഴേക്കും വണ്ടി അങ്ങനെ അത് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സഡൻ പിക്കപ്പ് ആയിരിക്കും, ലോ ചെയ്യുകയാണെങ്കിൽ ഒരു സഡൻ ബ്രേക്കിംഗ് പോലെ ആയിരിക്കും. ഇത് അത്തരം ഒരു വണ്ടി. പക്ഷെ അദ്ദേഹം അതുപോലെ ഓടിച്ചില്ല. യൂറോപ്പിലൊന്നും അത്തരം കാറുകൾ ആ സമയത്ത് ഉണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ
ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, വണ്ടിക്ക് ഒരു സഡൻ ബ്രേക്കിങ്ങിന്റെ ഇഫക്റ്റ് വന്നു. അത് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഈ റോഡും കൂടി സ്ലിപ്പായി കിടക്കുകയാണല്ലോ. വാഹനം അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് ഓപ്പോസിറ്റ് ലൈനിലേക്ക് കയറി എതിരെ വന്ന ഒരു 3-4 വാഹനങ്ങളിൽ ഇടിച്ചു. അത് കഴിഞ്ഞ് റോഡിന്റെ ഒരു സൈഡിൽ ഇട്ട് മാറി ഫുട്പാത്തിലിടിച്ച് മുന്നോട്ട് നീങ്ങാനാവാതെ വാഹനം നിന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വലത്തെ കാലിൽ ശക്തമായ ഒരു വേദന അനുഭവപ്പെട്ടു. അത് അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. വാഹനങ്ങളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, ഇടതുവശത്താണ് ഡ്രൈവർ ഇരിക്കുക, വലതുവശത്തെ കാലാണ് ഈ കാറിന്റെ കൺസോളിന്റെ ഭാഗത്ത് ഉണ്ടാവുക. അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ആ കൺസോളിലെ ഒരു പ്ലാസ്റ്റിക് പീസ് ഇളകി വന്ന് തുടയിൽ തുളച്ച് കയറിയിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനം ഇടിച്ച കാറുകളിൽ ഒരു ചെറിയൊരു കാറ്, ഫോക്സ് വാഗൻ ബീറ്റിൽ എന്നൊരു കാർ, അതിനാണ് കാര്യമായിട്ട് കേടുപാട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവിടെ നിൽപ്പുണ്ട്, ചെറിയ ചടങ്ങുകളൊക്കെ ഉള്ളൂ. അദ്ദേഹം വേഗം എന്ന് പറഞ്ഞാൽ പറ്റാവുന്ന വേഗം, കാരണം ഈ കാലിൽ ഈ ബ്ലീഡിങ്ങും വേദനയൊക്കെ ഉണ്ട്, ഒരു വിധം നടന്ന ജിംനേഷ്യത്തിലെത്തി. അപ്പൊ അവിടെ പലർക്കും അദ്ദേഹത്തെ അറിയാം. അതില് ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, ഈ ബ്ലീഡിംഗ് എല്ലാം കണ്ട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കാറൊന്ന് ആക്സിഡന്റ് ആയി, എന്താ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങൾ കാർ വിട്ട് വരാൻ പാടില്ല. കാർ വിട്ട് വന്നാൽ പോലീസ് അത് കണക്കാക്കുന്നത് നിങ്ങൾ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോ അദ്ദേഹം ഈ അമേരിക്കയിൽ പുതിയ ആളാണ്, അമേരിക്കയിലെ രീതികളൊന്നും അറിയില്ല, ആകെ ചെറിയ ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു, അഡ്വക്കേറ്റ് നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ അവിടെ പോയി മതി, പോലീസ് വരട്ടെ, ബാക്കി പിന്നെ നമുക്ക് അപ്പം നോക്കാം. ഇദ്ദേഹം മനസ്സിൽ കണക്കാക്കി, പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി മിക്കവാറും ജയിലിൽ വിടും. അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരുവിധം തിരിച്ചു നടന്ന് കാറിന്റെ അടുത്തെത്തി. ഇതിനിടയിൽ ആരൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പട്രോളിംഗ് ഉണ്ട്, പോലീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരു പോലീസ് വാഹനം അവിടെ വന്നു. അന്ന് 1-2 പോലീസുകാരൊക്കെ ഇറങ്ങി വന്നു. ആദ്യം അദ്ദേഹത്തിന്റെ അടുത്ത് കണ്ടു, അദ്ദേഹം അങ്ങനെ പരിക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. ആദ്യം അവർ ചോദിച്ചത്, താങ്കൾക്കൊരു ആംബുലൻസ് വേണോ? നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? എന്തായാലും അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൽക്കാലം ആംബുലൻസ് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോളാം. പക്ഷെ സാർ ഇത് ഇങ്ങനെ പറ്റും. പോലീസുകാരൻ പറഞ്ഞു, അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇടിച്ച വണ്ടികളിൽ ആർക്കെങ്കിലും വല്ല പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുള്ളൂ, ഇല്ലേ കേസില്ല. വാഹനങ്ങളുടെ കേടുപാട് അതൊന്നും പ്രശ്നമാക്കുക വേണ്ട, അതെല്ലാം ഇൻഷുറൻസ് കമ്പനികൾ നോക്കിക്കോളാം. അമേരിക്കയിലെ സിസ്റ്റമൊക്കെ അങ്ങനെയാണ്. അവിടെ ഇൻഷുറൻസിനാണ് നമ്മളെ മെയിനായിട്ട് തുക ചെലവാക്കേണ്ടത്. ഈ ഇൻഷുറൻസിന് തുക ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. അപ്പോഴേക്കും ഈ ജിംനേഷ്യത്തിൽ 1-2 ആൾക്കാർ അവിടെ വന്നു. അവര് പോലീസുകാരനോടൊന്ന്, ഇദ്ദേഹമാണെങ്കിൽ ഒരു മുറി ഇംഗ്ലീഷിലേക്കാണ് പറഞ്ഞു ഒപ്പിക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു ബോഡി ബിൽഡറാണ്, ഇപ്പം കൊണ്ട് വന്നേ ഉള്ളൂ, ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇംഗ്ലീഷ് ഭാഷയെ അറിയില്ല. പോലീസുകാരൻ അത് പ്രശ്നമല്ല, എന്തായാലും ആ ഫോക്സ് വാഗൻ ബീറ്റിലെ ലേഡിക്ക് കാര്യമായിട്ടുള്ള ഒരു പരിക്കുമില്ല, അവർക്ക് പരാതിയില്ല. ബാക്കിയുള്ള വണ്ടികളിലെ ആൾക്കാർക്കും അവർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാവിലെ ജോലി സ്ഥലത്തോട്ടൊക്കെ പോകാനുള്ളതാണ്, ലേശം വൈകിപ്പോയി, വേറെ ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ വളരെ കൂളായിട്ട് ആ പ്രശ്നം തീർന്നു. പക്ഷേ ഒന്ന് ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ വല്ല മാരുതിയൊക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹം അന്നത്തോടെ തീർന്നു. അതൊക്കെ അത്രയും നല്ല സുരക്ഷയുള്ള കാറുകളായതുകൊണ്ടാണ് ഈ അപകടങ്ങളൊക്കെ ഇങ്ങനെ, കാറിന് മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു പരിക്കൊക്കെ വരിക. അതിൻ്റെ അകത്തിരിക്കുന്നവര് പൊതുവെ സേഫ് ആയിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. ബിൽഡറേക്ക് എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡർ അവിടെ നിന്ന് ആ കാർ എടുത്തു, അദ്ദേഹത്തെ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പരിക്കായി കണ്ടു. ഡോക്ടർ ചോദിച്ചു, ഇൻഷുറൻസ് കാർഡ് തരും? ഇല്ലല്ലോ, അവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ബിൽഡറേക്കോ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അത് നമ്മൾ ആ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോയുടെ അന്ന് തൊട്ട് കയ്യിൽ പൈസയൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ജോബ് ലീഡറോടെ താമസ സൗകര്യം കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിലുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൂടെ താമസിക്കുന്ന ആള് കാറ് കൊടുത്തു, എല്ലാം നടക്കുന്നുണ്ട്. പോക്കറ്റിന് മാത്രം പൈസയില്ല. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ബിൽഡറേക്ക് തന്നെ ബില്ലും പേ ചെയ്തു. അവരവിടെ നിന്ന് ഇറങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം പരിക്കൊക്കെ മാറി, വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഒരു ദിവസം ജോബ് ലീഡർ ഒരാളെ പറഞ്ഞു വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചെറിയ വീട് അവിടെ ഇടപാട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പോഴും ഈ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സിന്റെ സ്നേഹവും താല്പര്യവും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ അവർ ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്യും. ഒരാൾ പാത്രങ്ങൾ കൊണ്ടുവരുന്നു, മറ്റൊരാൾ സ്റ്റൗ കൊണ്ടുവരുന്നു, പിന്നെ ഒരാൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാം അദ്ദേഹത്തിന് അവിടെ ഒരു ചെലവുമില്ല. എന്നുവെച്ചാൽ
അവരുടെ ഇടയിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ബോഡി ബിൽഡർ വരികയാണ്. അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളതാണ് ആ നാട്ടിലുള്ളവരുടെ ചിന്താഗതി. നമ്മുടെ നാട്ടിലാണെങ്കിലോ അവൻ വന്നിട്ടുണ്ട്, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചു വിടണം, ഇതായിരിക്കുമല്ലോ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി. അങ്ങനെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഈ അവശ്യ സാധനങ്ങൾ കൂടാതെ ഫർണിച്ചർ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്ടബിൾ TV. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കളർ TV എന്നൊക്കെ പറയുന്നത് അത്രയും ലക്ഷറിയാണ്. അപ്പോൾ അത്തരം എല്ലാവിധ സൗകര്യങ്ങളും ആ വീട്ടിലായി. ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ജോ വീഡർ സ്വയം ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. സ്വയം ഡ്രൈവ് ചെയ്ത് ഒരാൾക്ക് ഡ്രൈവറുണ്ട്. കാര്യം എന്താ വെച്ചാൽ ആ ഡ്രൈവർ വേറൊരു കാർ ഓടിച്ചുകൊണ്ട് വരികയാണ്. നേരത്തെ അദ്ദേഹം കൊണ്ടിടിച്ച ടൈപ്പ് ഒരു ഫോക്സ് വാഗൻ ബീറ്റിൽ, വൈറ്റ് കളർ. അത് ഫോക്സ് സ്പീക്കർ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അർണോൾഡിന് സ്വന്തമായിട്ടൊരു കാർ കൊടുക്കുമെന്ന്. ആ കാറാണ് ആ വന്നിരിക്കുന്നത്. അങ്ങനെ ആ കാറുമൊക്കെ ഏൽപ്പിച്ചു. ജോ വീഡർ പോയി. അതിനുശേഷം പിന്നെ ഇദ്ദേഹം വേറെ കാര്യം ചെയ്തു. വിൻസസ് ജിമ്മാണ് താമസ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള ജിമ്മ്. അതുകൂടാതെ അവിടെ പ്രശസ്തമായ ഗോൾസ് ജിം, അത് ലോകത്ത് പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യയിലടക്കം അതിന് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അത്തരം ഒരു ജിമ്മിലേക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അദ്ദേഹം ചെന്നു. അത് ഈ ലോസ് ആഞ്ചലസിൽ, കാലിഫോർണിയ സ്റ്റേറ്റിലാണ് ലോസ് ആഞ്ചലസ്, അതിൻ്റെ കടൽത്തീരം വെനീസ് ബീച്ച്. ഈ വെനീസ് ബീച്ചിന്റെ തൊട്ടടുത്താണ് ഈ ഗോൾഡ് ജിം. ഇതുകൂടാതെ ഈ വെനീസ് ബീച്ചിലും ധാരാളം എക്സസൈസിനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു രസകരമായ കഥ. 1940 കാലഘട്ടങ്ങളിലാണ് ഈ ജിംനേഷ്യം ജോ വീഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അതിനെതിരെ ധാരാളം ആരോപണങ്ങൾ വന്നു. മെയിനായിട്ട് സെക്സ് സ്കാൻഡൽസ്. അതിൻ്റെ അകത്ത് സെക്സ് അബ്യൂസ് ആണ് നടക്കുന്നത്. കാരണം ഈ ജിംനേഷ്യം എന്ന് പറയുന്ന അന്നൊന്നും വലിയ കേട്ടുകേൾവിയൊന്നുമില്ല. ഓട്ടം ചാട്ടം എക്സസൈസുകൾ, ബോഡി വെയിറ്റ് എക്സസൈസുകൾ, ഇതൊക്കെയാണ് അന്നത്തെ എക്സസൈസുകൾ. വെയിറ്റ് ട്രെയിനിങ് എന്നുള്ളതൊന്നും മനുഷ്യരെ കേട്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരുപാട് അബ്യൂസുകൾ ഇതിനെ നടക്കുന്നുണ്ട്. ഇത്തരം സെക്സ് സ്കാൻഡൽസ് അല്ലെങ്കിലും ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെയോ സംഭവിച്ചു കളയും എന്നുള്ള രീതിയിലുള്ള പല പ്രചാരണങ്ങളും പല ഡോക്ടേഴ്സ് അടക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മര്യാദയ്ക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അമിതമായി സ്റ്റെറോയിഡ്സും യൂസ് ചെയ്ത് നടക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യത്തോടെ വളരെ കാലം ജീവിച്ചിരിക്കാം. സ്വാഭാവികമായിട്ടും മരുന്ന് കച്ചവടക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകും. എന്തായാലും ജിംനേഷ്യത്തിനെതിരെ ഭയങ്കര തുടക്കകാലം തൊട്ട് തന്നെ വളരെ ശക്തമായ പ്രചാരണമാണ്. അതിന് ഈ ജോ ഗോൾഡ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ആ ബീച്ചിന്റെ ഒരു ഭാഗം അവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരെ സംസാരിച്ച് പാട്ടത്തിനെടുത്തു. അവിടെ അങ്ങോട്ട് ഈ എക്സസൈസിന്റെ സെറ്റപ്പുകളൊക്കെ ആരംഭിച്ചു. ഞാനും പറയില്ലല്ലോ, അകത്ത് സെസ്കാനിൽ നടക്കണം, പബ്ലിക് പ്ലേസിൽ ഓപ്പൺ ആയിട്ടാണ് ജിമ്മർക്ക്. അപ്പൊ ആ സ്ഥലം അർണോൾഡിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് ആ ബിയർ ഹാളിലെ വർക്കൗട്ട് കോമ്പറ്റീഷന്റെ സമയത്ത് കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഉണ്ട്. അന്ന് ആ ബിയർ ഹാളിലെ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. അത് ഇപ്പൊ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ആവേശം കൂടും. അപ്പൊ ഈ ഗോൾഡ് ജിമ്മിൽ എല്ലാ സൗകര്യം ഉണ്ട്. ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം. മറ്റേ അടച്ചിട്ട് ജിമ്മിന്റെ അകത്ത് ആണല്ലോ എക്സസൈസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിസരം അദ്ദേഹത്തിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം മിക്കവാറും പ്രാക്ടീസ് ചെയ്തിരുന്നത് അവിടെയായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വർക്കൗട്ടിന് ഉപകരിച്ചു. ഒപ്പം US-ലെ ആദ്യത്തെ ജിംനേഷ്യം, US-ലെന്നല്ല എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ആ കാലത്ത് അത്തരം സിസ്റ്റങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. അതുകൂടാതെ അതിന് വേറൊരു പ്രശസ്തിയുണ്ട്, അർണോൾഡ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത ജിംനേഷ്യം. ഇനി ഭാവിയിൽ ഒരു സംഭവം കൂടി അവിടെ വരുന്നുണ്ട്. അർണോൾഡ് നായകനായിക്കൊണ്ടൊരു സിനിമയുടെ ഷൂട്ടിംഗ്, ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടന്നു. അതോടെ അതിന് ലോക പ്രശസ്തിയായി. അതിനുശേഷമാണ് ഈ ഗോൾഡ് ജിമ്മിന് ലോകം മുഴുവൻ ബ്രാഞ്ചുകൾ ഉണ്ടായത്. അതുപോലെ ഈ ബോഡി ബിൽഡേഴ്സ് എല്ലാം, ഇദ്ദേഹത്തിന്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് എല്ലാം ഇദ്ദേഹത്തിനെ കൊണ്ടു നടന്ന് ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തുകയാണ്. US-ൽ ഒരു പുതിയ മനുഷ്യനാണ്, ഭാഷ അറിയില്ല, വഴി ചോദിച്ച് പല സ്ഥലത്തോട്ട് പോകാൻ അറിയില്ല. അന്ന് നമുക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ചോദിച്ചു പോകണമല്ലോ. ഏതായാലും
ആ നാട്ടുകാരായ ബോഡി ബിൽഡേഴ്സ് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളും കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു. ഹോളിവുഡ് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് മേഖല, പിന്നീട് അദ്ദേഹം അവിടെ ഒരു വലിയ സ്റ്റാറായി എന്നുള്ളത് വേറെ കാര്യം. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടാതെ മെക്സിക്കോ, അങ്ങനെ അയൽ രാജ്യങ്ങൾ വരെ അവര് കൊണ്ട് അർണോൾഡിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ലൈഫ് വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒപ്പം വർക്കൗട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നു. അദ്ദേഹം ഇതിനിടയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 2 തവണ മിസ്റ്റർ യൂണിവേഴ്സ് അവിടെയായി ലണ്ടനിൽ. അത് US സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. വന്ന വഴിക്ക് തന്നെ മനസ്സിലായല്ല. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ തോറ്റു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അവിടെ റണ്ണറപ്പ് ആവാൻ കാരണം അന്നത്തെ പല പ്രധാന ബോഡി ബിൽഡേഴ്സും ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അവിടെ ഈ അമേരിക്കയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 3-4 അത്തരം കോമ്പറ്റീഷൻസ് ഉണ്ട്. മിസ്റ്റർ വേൾഡ് തന്നെ അമേരിക്കയിലുണ്ട്, വേറൊരെണ്ണം മിസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് പലതും ഏകദേശം ഒരേ സമയത്ത് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു സ്ഥലത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പല മെയിൻ ബോഡി ബിൽഡേഴ്സും പല സ്ഥലങ്ങളിലായിരിക്കും ഇത്തരം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ റണ്ണറപ്പായി എന്നുള്ളത് യൂറോപ്പിലെ സ്റ്റാൻഡേർഡിൽ പോലെ അല്ല. യൂറോപ്പിൽ റണ്ണറപ്പായി എന്ന് പറയുമ്പോൾ അതൊരു സംഭവമായിരുന്നു. ഇവിടെ റണ്ണറപ്പായാൽ വലിയ കാര്യമൊന്നുമില്ല. അതിനിപ്പോ അതിന്റെ അപ്പുറത്തെടുത്തും വരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ പല ബോഡി ബിൽഡേഴ്സിനെ അദ്ദേഹം ഓരോ ജിമ്മിൽ വെച്ച് നേരിട്ട് കണ്ടു. പലരെയും അല്ലാതെ ഫോട്ടോയിൽ കണ്ടു. പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ബോഡി ബിൽഡർ സെർജിയോ ഒലിവിയ, അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഹോട്ടലിൽ വെച്ച് ആദ്യത്തെ ദിവസം ഹോട്ടലിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവൻ ഭാവിയിൽ എനിക്കൊരു ഭീഷണിയാവും. സെർജിയോ ഒലിവിയ എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ 2 തവണ മിസ്റ്റർ ഒളിമ്പിയ നേടിക്കഴിഞ്ഞ ബോഡി ബിൽഡറാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സ്വാധീനം അവിടെ ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വേറെ രസകരമായ കാര്യമാണ്. ക്യൂബയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യം. അവിടെ അദ്ദേഹം വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തു. നാഷണൽ ടീമിലെ മെമ്പറായിരുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടിയിട്ടുണ്ട്. ആ സമയത്ത് 1950 കാലഘട്ടങ്ങളിൽ ആണ് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം ആരംഭിക്കുന്നത്. ഫിഡൽ കാസ്ട്രോ എന്നുള്ളൊരു വ്യക്തി അവിടെ ഭരണം ഏറ്റെടുത്തു. അപ്പൊ അതിനു മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന ഒരു അമേരിക്കൻ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ, അതായത് അമേരിക്കൻ കോണ്ടിനെന്റിലെ രാജ്യങ്ങൾ മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ, അതിൽ ഇദ്ദേഹം പങ്കെടുത്തു. അത് 1ാം സ്ഥാനവും നേടി. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ പക്ഷെ കാസ്ട്രോയ്ക്ക് സഹിക്കുന്നില്ല. നീ എങ്ങനെ അമേരിക്കയിൽ പോയി ആ നാട്ടുകാരുടെ കൂടെ എന്നുള്ള രീതിയിലൊക്കെയുള്ള പല അഭിപ്രായങ്ങളും അവിടെ ഉയർന്നു. ഇയാൾ രാജ്യദ്രോഹിയാണ്, അമേരിക്കൻ ചാരനാണ്. അങ്ങനെയാണല്ലോ ആകെ നമ്മളെ കൊണ്ട് പറ്റുന്ന പണി അതൊക്കെ. കമ്മ്യൂണിസത്തിന് എന്താ പറ്റുന്ന പണി? സമരം ചെയ്യുക, തേജോപതം ചെയ്യുക, ഇതൊക്കെ അറിയൂ. അല്ലാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സമരം അതാണ് മെയിൻ പണി. അല്ലാതെ സൃഷ്ടിക്കൽ അത് നമുക്കല്ല. വല്ലവനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയുക, അതാണ് പറ്റുന്ന പണി. ഏതായാലും പിന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കി. അതോടെ അദ്ദേഹത്തിന്റെ ടൈം ഒന്നുകൂടി തെളിഞ്ഞു. അവിടെ ഈ പറഞ്ഞ രീതിയിൽ ജിംനേഷ്യങ്ങളിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ എന്നുള്ള ലെവലിലേക്ക് വന്നു. അതിപ്പോൾ 2 തവണ നേടിക്കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് ബോഡി ബിൽഡിംഗ് ലോകത്തിലൊരു പേരുണ്ട്, ദ മിത്ത്. കാരണം അദ്ദേഹത്തിന്റെ ബോഡിയുടെ ഒരു സ്ട്രക്ചറാണ്. അദ്ദേഹത്തിന്റെ വേസ്റ്റ് ലൈൻ ഭാഗത്തിന്റെ അളവെന്ന് പറയുന്നത് 28 ഇഞ്ച്, ചെസ്റ്റ് 54 ഇഞ്ച്. വേസ്റ്റ് ലൈനും ചെസ്റ്റും തമ്മിൽ 26 ഇഞ്ച് ഡിഫറൻസ്. അത്തരം ഒരു ബോഡി അതിനു മുമ്പും അതിന് ശേഷവും ബോഡി ബിൽഡിംഗ് ചരിത്രത്തിനുണ്ടായിട്ടില്ല. ഇത്രയും ഡിഫറൻസ് നമ്മളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും വേസ്റ്റിലായിരിക്കും അളവ് കൂടുതൽ, ചെസ്റ്റ് കുറവായിരിക്കും, കുടവയറ് തന്നെ. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ബിൽഡിംഗ് ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമാണ്. അപ്പൊ അത്തരം ഒരാളെ നേരിട്ട് വേണം ഇവിടെ വേൾഡ് നമ്പർ 1 ആവാൻ നടക്കുന്ന ആൾക്ക്, അതായത് അർണോൾഡ് ഷ്വാർസ്നെഗർക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൂമിൽ ഏറ്റവും ആദ്യം സ്ഥാപിച്ച ഒരു ചിത്രം ഈ സെർജിയോ ഒലിവിയുടെയാണ്. ഓരോ ദിവസം പറയും, ഒരു ദിവസം എനിക്ക് ഇയാളെ കീഴടക്കണം, എന്നാലേ എനിക്ക് നമ്പർ 1 ആവാൻ പറ്റൂ. ആ ഒരു ചിന്ത സ്വയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഡെയിലി പ്രാക്ടീസ്. ജോ വീഡറുടെ മാഗസിന്റെ ഫോട്ടോഗ്രാഫർ അർണോൾഡിന്റെ ഒരു പ്ലാസ്റ്റിക് കവറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം എടുത്ത് റൈസിംഗ് സ്റ്റാർ എന്നുള്ള പേരില് മാഗസിനിൽ കൊടുത്ത ആള് ആർട്ടി സെല്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അർണോൾഡും അദ്ദേഹവും പിന്നീട് വളരെയധികം അടുത്തു. ആർട്ടി സെല്ലറും അദ്ദേഹത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയി പലപ്പോഴും ഫീസ്റ്റ് കൊടുക്കും.
അതുപോലെ കൊണ്ടുവരുന്ന എല്ലാ സ്ഥാനങ്ങളും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് വേറെ സൗകര്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഈ ആർട്ടിസ്റ്റ് സെല്ലറുടെ വൈഫ് സ്വിറ്റ്സർലൻഡുകാരിയാണ്, അവർക്ക് ജർമ്മൻ നല്ലപോലെ അറിയാം. അതുകൊണ്ട് അർണോൾഡിന് ജർമ്മൻ അല്ല ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ ഒരു സമാധാനം, ഇവിടെ ഇനി ആരെയും പേടിക്കാണ്ട് സംസാരിക്കാം, എന്തെങ്കിലും പ്രശ്നം മറ്റേ ജർമ്മനിൽ സംസാരിച്ചാൽ മതി, അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോളും. അങ്ങനെ ഇതുകൂടാതെ പല ബോഡി ബിൽഡേഴ്സിന്റെ വീട്ടിലും ഇദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചോണ്ട് പോകും, സൽക്കരിക്കും. ആ സമയത്താണ് ഈ അമേരിക്കയുടെ പല മറ്റു ഫോർമാലിറ്റീസും അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതായത് അവിടെ ഇപ്പൊ ഇങ്ങനെ ഫീസ്റ്റ് ആയി കഴിഞ്ഞാല് സാധാരണഗതിയിൽ നമ്മൾ ശരി ഭക്ഷണമൊക്കെ വളരെ നന്നായിട്ടുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് പോകുമല്ലോ. യൂറോപ്പിലും ഏകദേശം അതുപോലെയൊക്കെയാണ്, അമേരിക്കയിൽ അങ്ങനെയല്ല. പോയി കഴിഞ്ഞിട്ട് ഇനി ഒരു എഴുത്തെഴുതണം, താങ്ക്സ് നോട്ട് എന്ന് പറയും. ആദ്യമൊന്നും ഇദ്ദേഹത്തിന് ഇത് അറിയില്ലായിരുന്നു. അദ്ദേഹം എല്ലാ വീടുകളിലും ചെല്ലും, ഭക്ഷണം കഴിക്കും, കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യും, അത് കഴിഞ്ഞാൽ താങ്ക്സ് എന്ന് പറഞ്ഞ് പോകും. അപ്പൊ ഈ പോകുന്നതിൽ സാധാരണ അവിടുത്തെ ഫോർമാലിറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ പുതിയതായിട്ട് വീട്ടിൽ ചെല്ലണമെങ്കിൽ അവരുടെ അഡ്രസ്സ് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ, കാരണം നോട്ട് അയക്കാനുള്ളതാണല്ലോ. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ബോഡി ബിൽഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അഡ്രസ്സ് വാങ്ങിക്കുന്നില്ലേ, താങ്ക്സ് നോട്ട് അയക്കണ്ടേ? ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് ഇറങ്ങിയത്, ഇനിയിപ്പോ നോട്ടൊന്നും അയക്കേണ്ട ആവശ്യമില്ല. അപ്പോ മറ്റേ ആൾ പറഞ്ഞു, അങ്ങനെയല്ല, US ഇങ്ങനെയാണ് സിസ്റ്റം. അപ്പൊ അത് അദ്ദേഹത്തിന് പുതിയൊരു അറിവാണ്. ഇങ്ങനൊരു സംഭവം വന്നിട്ട് ഇപ്പൊ കുറച്ച് മാസങ്ങളായി, എന്നാലും ഇങ്ങനൊരു സിസ്റ്റം ആ സമയത്താണ് അറിയുന്നത്. നേരത്തെ സംസാരിച്ചത് ബിൽ ട്രൈക്ക്, അദ്ദേഹത്തിന്റെ ആദ്യമത്തെ ദിവസം ആക്സിഡന്റ് സമയത്ത് ഹോസ്പിറ്റൽ ബില്ലൊക്കെ പേ ചെയ്ത ആള്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇതുപോലെ ഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുറി ഇംഗ്ലീഷിൽ ഇങ്ങനെ വെച്ച് കാച്ചു. അപ്പൊ ഇറങ്ങാൻ നേരത്തെ ആ അമ്മയോട് ഒരു പ്രത്യേക ബഹുമാനം തോന്നി. അദ്ദേഹം അതിങ്ങനെ ആ ബഹുമാനം ഒന്ന് പ്രകടിപ്പിക്കണമല്ലോ. ജർമ്മൻ ഭാഷയിൽ അറിയുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങ് പ്രയോഗിച്ചു. നിങ്ങൾക്ക് നല്ല മധുരമാണ്, നിങ്ങളെ എനിക്ക് തിന്നാൻ തോന്നുന്നു. അതവിടെ വലിയ കൂട്ടച്ചിരിക്ക് കാരണമായി. പിന്നെ ബിൽഡറേക്ക് പറഞ്ഞു കൊടുത്തു, ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അർത്ഥം വേറെയാണ്, നീ എൻ്റെ അമ്മയെ തിന്നും, ഞങ്ങൾക്കറിയാൻ നിനക്ക് ഭാഷ അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇംഗ്ലീഷിലെ അതായത് US ആചാര മര്യാദകളും കൂടുതൽ പഠിക്കുന്നതിനായിട്ട് അദ്ദേഹം പ്രശസ്തമായ സാന്റാ മോണിക്ക കമ്മ്യൂണിറ്റി കോളേജിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ചേർന്നു. ഒരു ദിവസം അദ്ദേഹവും നമ്മുടെ ഫോട്ടോഗ്രാഫർ RT സെല്ലറും കൂടി അങ്ങനെ ചുമ്മാ വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക്. ആ സമയത്ത് അവിടെ US പ്രസിഡന്റ് ഇലക്ഷന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ പല ഭാഗത്തും ഇവരുടെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രധാനമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികളാണ്, റിച്ചർഡ് നിക്സണും ഹ്യൂബർട്ട് ഹംഫറി. അപ്പൊ ഇവരുടെയൊക്കെ പ്രധാന അജണ്ടയൊക്കെ കാണിക്കുന്ന പല പോസ്റ്ററുകളും പ്രത്യേക സ്ഥലങ്ങളിൽ നോട്ടീസ് ബോർഡ് പോലുള്ള ഭാഗങ്ങൾ, അതായത് ഇവിടുത്തെ പോലെ കാണുന്നതെല്ലാം കൊണ്ട് പതിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല, പ്രത്യേക നോട്ടീസ് ബോർഡ് പോലുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ഇങ്ങനെ ഇവർ നടക്കുന്നതിനിടയിൽ മറ്റേ ആൾ പറഞ്ഞു കൊടുക്കും, ഇദ്ദേഹത്തൊക്കെ കേട്ട് മനസ്സിലാക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഉള്ളതിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ, ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന പെൻഷൻ സ്കീമുകൾ, ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്ന ടാക്സ് ഇളവുകൾ. പിന്നെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിനോട് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ അവസരങ്ങൾ, ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ, വ്യവസായ വികസനത്തിനുള്ള രീതികൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ആദ്യം കണ്ടപ്പോൾ അത് ഹംഫറിയുടെ, ഇത് റിച്ചർഡ് നിക്സൺ. അയാൾ ഏതാ പാർട്ടി? അയാൾ ഡെമോക്രാറ്റിക്, ഇത് റിപ്പബ്ലിക്കൻ. അവിടെ അങ്ങനെ രണ്ട് പാർട്ടിയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, ഇവിടുത്തെ പോലെ അങ്ങനെ ഇഷ്ടം പോലെ ഒന്നുമില്ല. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഞാനിനി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിശ്വാസിയാണ്. അപ്പൊ മറ്റേ ചോദിച്ചാൽ അങ്ങനെ അതാണ് വേണ്ടത്, എന്നാലേ മനുഷ്യ ഉയരൂ, അല്ലാതെ എല്ലാം വെറുതെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ വരും, ക്ഷേമ പദ്ധതി വരും, നമുക്കിത് കിട്ടുമെന്നും പറഞ്ഞിങ്ങനെ ഇരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഉയർച്ച ഉണ്ടാവില്ല. ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് തൊഴിൽ സാധ്യതകൾ വേണം, അതിനനുസരിച്ച് തൊഴിലെടുക്കാനുള്ള മനസ്ഥിതി വേണം, തൊഴിലെടുക്കണം, അതിനനുസരിച്ച് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം, മുന്നോട്ട് വരണം. അത്തരം ഒരു സാഹചര്യം ഒരുക്കുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടി, മനുഷ്യനെ ഉയരങ്ങളിൽ എത്തിക്കുന്ന പാർട്ടി, അതാണ് എൻ്റെ പാർട്ടി. അത് അന്ന് ആ ഒരു പോളിസി അദ്ദേഹം അന്ന് അവിടെ വെച്ച് പറഞ്ഞു. ജസ്റ്റ് അവിടെ എത്തിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ.